റാപ്സഡി ഓഫ് റിയാലിറ്റീസ് മാർച്ച് 21, 2025. ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടുക. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധാത്മാവ് പൗലോസിന് നൽകിയ വളരെ ആഴമേറിയ വെളിപ്പെടുത്തലുകളിൽ ഒന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ദൈവഹിത പ്രകാരമുള്ള ആത്മാവിന്റെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. ഓരോ ക്രിസ്ത്യാനിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൽ ബലവാന്മാർ ആയിരിക്കണം എന്നാണ്. 16-ാം വാക്യം ശ്രദ്ധിച്ചാലും, ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. അകമേ നിങ്ങൾ മഹത്വത്തോടെ ശക്തിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അകമേ നിന്നും ആത്മാവിൽ നിന്നും ശക്തിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അവൻ നിങ്ങളെ അകമേ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അകമേയുള്ളത് പുറമേയുള്ളതിന് എതിരാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് ഓർക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളുടെ ഉള്ളിൽ ആരാണ് ഇരിക്കുന്നത് എന്നും ആരുടെ ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്നുമുള്ള വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. തൻ്റെ അത്ഭുതങ്ങളെ ഉളവാക്കുന്ന മഹാശക്തിയാൽ പ്രകൃത്യാതീതമായി നിങ്ങൾ ഓരോരുത്തരും ശക്തീകരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. മറ്റൊരു പ്രവാചകനിൽ നിന്നും വ്യത്യസ്തമായി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായ യോഹന്നാൻ സ്നാപകന്റെ ഉദാഹരണം കണക്കാക്കുക. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 80-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നു, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ഇത് തീർച്ചയായും ബാഹ്യ മനുഷ്യന്റെ വിവരണമല്ല, മറിച്ച് ആന്തരിക മനുഷ്യന്റെ വിവരണമാണ്. യോഹന്നാൻ സ്നാപകൻ ജീവിക്കാൻ പോകുന്ന ജീവിതവും അവൻ നേടാൻ പോകുന്ന ശക്തികളെയും ദൈവം അവൻ നൽകിയ ശുശ്രൂഷയെയും കണക്കിലെടുക്കുമ്പോൾ അവൻ ആത്മാവിൽ ശക്തീകരിക്കപ്പെടണം എന്നത് അത്യാവശ്യമായിരുന്നു. ഇന്നും ഇങ്ങനെ തന്നെയാണ്. ആത്മാവിന്റെ ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ള ആ പിതാവിന്റെ ആഗ്രഹമാണ് എന്നത് വ്യക്തമാണ്. ഇത് സഭയ്ക്കായുള്ള പ്രാർത്ഥനയാണ്. നാം ആരും ദുർബലരോ ഭയമുള്ളവരോ ഭീരുക്കളോ ആയിരിക്കരുത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹവും സ്വപ്നവും പദ്ധതിയും ഇതത്രേ. അതുകൊണ്ട് എല്ലായ്പ്പോഴും എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ ശക്തനും ധീരനും ഊർജ്ജസ്വലനുമായിരിക്കുന്നു. അവൻ എനിക്ക് പ്രകൃത്യാതീത ശക്തി നൽകുന്നു. പരിശുദ്ധാത്മ ശക്തിയിലൂടെ എനിക്ക് വീര്യപ്രവർത്തികൾ സാധ്യമാകുന്നു. ഒന്നും അസാധ്യമാകുന്നില്ല. യാതൊരു ബലഹീനതയ്ക്കും എന്നിൽ സ്ഥാനമില്ല. ഇത് നിങ്ങളുടെ ഇടവിടാതെയുള്ള പ്രഖ്യാപനമാക്കി മാറ്റുക. ഇത് നിങ്ങളുടെ ആത്മാവിലും ജീവിതത്തിലും സാഹചര്യങ്ങളിലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എത്രയെന്ന് കാണുക. പ്രാർത്ഥന. പ്രിയ പിതാവേ, പരിശുദ്ധാത്മ ശക്തിയാൽ അങ്ങയുടെ മഹത്വത്തിൻ്റെ ധനത്തിനനുസരിച്ച് എൻ്റെ ആന്തരിക മനുഷ്യനെ ശക്തീകരിക്കുന്നതിനായി നന്ദി. സകല വെല്ലുവിളികളെയും നേടാനും എൻ്റെ ദൈവിക വിളി നിറവേറ്റുവാനും സുവിശേഷത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പൂർണ്ണതയിൽ നടക്കുവാനും ഞാൻ ഇപ്പോൾ ശക്തനാണ്. അങ്ങയുടെ ശ്രേഷ്ഠമായ ശക്തി എന്നിൽ ശക്തമായി പ്രവർത്തിക്കുന്നത് മൂലം ഞാൻ എപ്പോഴും ജയാളിയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർ പഠനത്തിന് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം
1 11 വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ.